ആ ചെറിയ വീടിൻ്റെ നടുവിലൊരു ഭിത്തി, ഒത്ത നടുക്കുള്ള ഒരു ഭിത്തി, അതിൻ്റെ ഒരു ഭാഗത്ത് ഒരു മുറി, മറ്റൊരു ഭാഗത്ത് വേറൊരു മുറിയും ഒരു ചെറിയ സംവിധാനവും. ഞാനും എൻ്റെ ഭാര്യയും കൂടെ ഈ വീടിൻ്റെ ഈ ഒരു ഭാഗത്ത് താമസമാക്കി. ഒരു ഭിത്തിയുടെ അകലത്തിലാണ് ഞങ്ങൾ 2 കുടുംബങ്ങൾ. ആ കുടുംബത്തെ ഞാനൊന്ന് പരിചയപ്പെടുത്തിയില്ലെങ്കിൽ ദൈവസന്നിധിയിൽ ഞാൻ ചെയ്യുന്നത് നന്ദികേടാവും. ഈട്ടിവിളയിൽ ബേബിച്ചാൻ എന്ന എൻ്റെ പിതൃതുല്യനായ ജ്യേഷ്ഠ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യ ഷിമോനിയമ്മാമ, 3 മക്കൾ. അന്ന് അധികം പ്രായമെത്തിയിട്ടില്ല, എന്നാൽ പ്രായമുണ്ട് താനും. യുവത്വത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ് ആൺമക്കൾ 2 പേരും. മൂത്തയാൾ സാങ്കുട്ടി, രണ്ടാമത്തെയാൾ ഷാജിമോൻ, ഏറ്റവും ഇളയ മോള് ജെസിമോള്. ഈ ഒരു ഭിത്തിയുടെ വ്യത്യാസത്തിൽ ഞങ്ങൾ 2 ഭവനങ്ങൾ അവിടെ പാർക്കുകയാണ്. എന്നെ സ്നേഹിച്ച്, എന്നെ കരുതിയ, എൻ്റെ ഭാര്യയെ കരുതിയ ആ കുടുംബത്തെ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കുകയില്ല. അവിടുത്തെ എൻ്റെ താമസത്തിൽ ഞാൻ ശുശ്രൂഷിക്കുന്നത് വാഴപ്പാറ സഭയിലാണ്. നിരവധി ആളുകൾ രക്ഷിക്കപ്പെട്ടു. എൻ്റെ വചന പഠനവും ശുശ്രൂഷയും കേൾക്കാൻ വേണ്ടി തന്നെ അവിടെ ആരാധനയ്ക്കും കൂടിവരവുകൾക്കും ജനം വന്നുകൊണ്ടിരുന്ന ഒരു നല്ല കാലഘട്ടം ഞാൻ ഓർക്കുകയാണ്. ആ ഭവനത്തിലെ താമസത്തിലാണ് എൻ്റെ ഭാര്യ പെട്ടെന്ന് ഡെലിവറിയോട് ബന്ധപ്പെട്ട് നിലമ്പൂര് എൻ്റെ ഭാര്യ ഭവനത്തിലേക്ക് പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, പെട്ടെന്ന് ഞാൻ മടങ്ങി വരേണ്ടി വന്നു. എൻ്റെ മാതാവുണ്ട്, എൻ്റെ ഇളയ സഹോദരിയുണ്ട്. അവരൊക്കെ നരിക്കലിൽ തന്നെ താമസിക്കുന്ന ഘട്ടമാണ്. ഞാൻ ദൈവനാമ മഹത്വത്തിന് വേണ്ടി പറയട്ടെ, എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ജീവിതത്തിൽ പ്രതിസന്ധി അഭിമുഖീകരിച്ച കാലഘട്ടത്തിലാണ് എനിക്ക് പാർക്കാനൊരു വീട് ദൈവം ഒരുക്കിയത്. ഈ വിധത്തിലാണ്. ആ വീട്ടിലെ ഞങ്ങളുടെ താമസത്തിൽ ഞങ്ങൾ 2 വീടായിട്ടല്ല കഴിഞ്ഞത്, ഒറ്റ വീട് പോലെ. അല്ല, പോലെ എന്നുള്ള വാക്ക് മാറ്റുക, ഒരു വീട് പോലെ ഞങ്ങൾ കഴിയുകയായിരുന്നു. എനിക്ക് ഇഷ്ടഭക്ഷണം, എനിക്കിഷ്ട പലഹാരം, അതൊക്കെ കൊണ്ടുതരുവാൻ ഏറ്റവും മുമ്പന്തിയിലുണ്ടായിരുന്ന ഒരു കുടുംബമാണ് അത്. നിന്നെ പോറ്റാൻ കാക്കയോട് കൽപ്പിച്ചിരിക്കുന്നു, അവിടെ നിന്നെ പുലർത്താൻ വിധവയോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് അരുളി ചെയ്ത കർത്താവാണ് എൻ്റെ ധൈര്യം.